എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ 2026 അവസാനത്തോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട LP UP നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയോടുകൂടി അവസാനിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് PSC പഠനം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആയിരുന്നു. സോ അതിന്റെ 10ാമത് വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് CCയിലെ ഇപ്പോൾ ബിഗ് ഡേയ്സ് 2.0 ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ബിഗ് ഡേയ്സ്? നിങ്ങൾ പല ഷോർട്സിനകത്തൂടെയൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും. പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉദ്യോഗസ്ഥരാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കോമ്പറ്റേറ്റീവ് ക്രാക്കർ 10ാമത്തെ വർഷത്തോടനുബന്ധിച്ചുകൊണ്ട് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപക സുഹൃത്തുക്കള്, അതേപോലെ തന്നെ ജനറൽ PSC കോഴ്സുകള്, എല്ലാ കോഴ്സുകൾക്കും 30% ഇളവോടുകൂടി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ തയ്യാറെടുക്കുന്നത് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് CCയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പഠിക്കാനുള്ള വലിയൊരു അവസരമാണ് ബിഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ചെറിയ ഫീസോടുകൂടി ഇത്തരം കോഴ്സുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പരീക്ഷ വരെ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഭംഗിയായിട്ട് ഡെയിലി റൂട്ടീൻ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് സിലബസിനെ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് പരീക്ഷയെ നേരിടുവാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ബിഗ് ഡേയ്സിൽ നിങ്ങളും ജോയിൻ ചെയ്തുകൊണ്ട് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ബിഗ് ഡേയ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യാത്ര വളരെ മനോഹരമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് പഠിച്ചുപോയ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത്. അതിലെ തൃശ്ശൂർ ജില്ലയിലെ 1ാം റാങ്ക് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് റാങ്ക് ലിസ്റ്റിലെ ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളാണ് ആദ്യത്തെ റാങ്കുകളിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അഡ്വൈസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ഇഴഞ്ഞു നീങ്ങുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2-3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിലൊന്ന്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കോമ്പൻസേഷൻ. ആ ഒരു കോമ്പൻസേഷൻ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിലെ ഫ്രഷ് വേക്കൻസികൾ അങ്ങോട്ട് എഴുതി മാറി എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ഒരു റാങ്ക് ലിസ്റ്റ് കട്ടായതിനു ശേഷം അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഇല്ലാതെ പോയത് നമുക്ക് ആ വേക്കൻസികൾ നമുക്ക് കിട്ടാതായി പോയി എന്നുള്ളതാണ്. ഇത്തരം ഒരുപാട് കാരണങ്ങൾ, പിന്നെ ഈ പറയുന്ന പോലെ ഡിവിഷൻ ഫോളും ഉണ്ട്. ഉദ്യോഗാർത്ഥികള് ഇതിനെതിരെ മാസീവായിട്ട് പ്രതിഷേധിക്കുകയും ഏറ്റവും അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് 1:25 എന്ന് പറയുന്ന റേഷ്യോയിലെ അധ്യാപകർ റിക്രൂട്ട് ചെയ്യാം എന്ന് സർക്കാരിന്റെ പ്രതിനിധി പറഞ്ഞത് അനുസരിക്കുകയും നമ്മൾ കേൾക്കുകയും ചെയ്തു. അതനുസരിച്ച് പല മേഖലകളിൽ വന്നിരിക്കുന്ന ഒഴിവുകള് നമ്മൾ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ വഴി നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ 2028 വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലെ വലിയ പ്രതീക്ഷയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചു പോയ ആ ഒരു പ്രശ്നം 2028 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പ് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പഠനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. 2026 അവസാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് LP UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അങ്ങനെ 2026 നവംബർ ഡിസംബറോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷ
അപേക്ഷിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ല എന്ന് കരുതുക, യാതൊരുവിധ റിസർവേഷനും ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക ആണെന്ന് കരുതുക. സർക്കാർ സ്കൂളുകളിലേക്കാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കുക. 2/1/1982 1/1/2008 ഇടയിൽ നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത LP UP പരീക്ഷ എഴുതുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അതായത് 2/1/1982 ജനിച്ചവരാണെങ്കിൽ പോലും പരീക്ഷ എഴുതാൻ സാധിക്കും, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. അതേപോലെ 1/1/2008 ജനിച്ചവരാണെങ്കിൽ പോലും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഇനി അതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം വരേണ്ട ആവശ്യമില്ല. ഇതിന് മുമ്പാണെങ്കിൽ, അതായത് 1/1/1982 നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കില്ല. ഇപ്പൊ കാര്യം മനസ്സിലായോ? ഇനി നിങ്ങൾ ഒരു അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി, മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന ഈഴവ വിഭാഗം അല്ലെങ്കിൽ തീയ ബില്ലവ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, നിങ്ങളൊരു അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കുക. 2/1/1979 1/1/2008 ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ 2/1/79 ജനിച്ചാലും കുഴപ്പമില്ല, 1/1/2008 ജനിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾ SC/ST കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ SC/ST നിന്നും കൺവേർട്ട് ചെയ്തുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് പോയ ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 2/1/1977 മുതൽ 1/1/2008 വരെ ഈ 2 ഡേറ്റിനുള്ളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അടുത്ത LP UP പരീക്ഷ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ നോക്കുക. ആ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ബൗണ്ടറിക്കകത്താണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ അടുത്ത LP UP പരീക്ഷയ്ക്ക് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് തയ്യാറെടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠനം തുടങ്ങാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതൊരു വലിയ മണ്ടൻ തീരുമാനമായിട്ട് മാറുക തന്നെ ചെയ്യും. കാരണം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 2027 ആദ്യ പകുതിയിൽ പരീക്ഷ നടക്കും. അപ്പൊ 2027 ആദ്യ പകുതിയിൽ പരീക്ഷ നടക്കുകയാണെങ്കിൽ നമുക്കൊരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഈ പറയുന്ന എൻറ്റയർ സിലബസ് എങ്ങനെ പൂർത്തീകരിക്കുവാൻ സാധിക്കും? കൂടാതെ SCRT കിടക്കുന്നു, കൂടാതെ നമുക്ക് മോക്ക് പരീക്ഷകൾ എങ്ങനെ എഴുതിയെടുക്കുവാൻ സാധിക്കും, റിവിഷൻ എങ്ങനെ നടത്തുവാൻ സാധിക്കും? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകാതെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വരുമ്പോൾ LP UP പരീക്ഷകളിലെ ഒറ്റൊരു വാക്ക് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോമ്പറ്റേറ്റീവ് ക്രാക്കറാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് ബിഗ് ഡേയ്സ് എന്ന് പറയുന്ന വലിയൊരു ഓഫർ കൂടിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഈ ഓഫറോടുകൂടി ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുവാൻ സാധിക്കും. ബിഗ് ഡേയ്സിനോട് പ്രമാണിച്ചുകൊണ്ട് ഈ ബിഗ് ഡേയ്സ് ഓഫറോടുകൂടി ഒരുപാട് ആളുകളാണ് കോഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും മുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ LP UPക്ക് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ചുകൾ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് തുടക്കം മുതൽ പഠിച്ചുകൊണ്ട് ഈ പരീക്ഷയുടെ സിലബസ് പൂർത്തീകരിക്കാം. എപ്പോൾ? 2027 പകുതിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിലബസ് പൂർത്തീകരിച്ചുകൊണ്ട് റിവിഷൻ നടത്തിക്കൊണ്ട് 2027 പകുതിയിൽ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കടക്കാം. 2028 റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ നിങ്ങളുടെ പേരുകൾ ആദ്യത്തെ 50-നകത്തേക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലെ തർക്കമേ വേണ്ട. വലിയ ആത്മവിശ്വാസത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുക. ഇനി നിങ്ങൾക്കൊരു സംശയം വരുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യത്തിലെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. പഠിക്കാൻ നിങ്ങൾക്ക് വലിയൊരു അവസരം കൂടി, ബിഗ് ഡേയ്സ് എന്ന് പറയുന്ന വലിയൊരു അവസരം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു.
സോ എല്ലാ സാധ്യതകളും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സോ ബിഗ് ഡേയ്സിനോട് അനുബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷകള് ഫ്രീ ആയിട്ട് എഴുതുവാൻ സാധിക്കും. അതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കുറെ മെറ്റീരിയലുകൾ. നിങ്ങൾക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് CC ലേണിംഗ് ആപ്പ് ഒന്ന് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ LP UP പരീക്ഷകളിലെ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മോക്ക് എക്സാമുകളും നിങ്ങൾക്ക് അവിടെ എഴുതി പരിശീലിക്കുവാൻ കൂടി സാധിക്കും. ഇത്തരത്തിലെ ഫ്രീ സോഴ്സുകൾ കൂടി നമുക്ക് ബിഗ് ഡേയ്സിനോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോ ദിവസത്തെ കറണ്ട് അഫേഴ്സും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന അതേ നോട്ടുകൾ തന്നെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ അത് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. 2025 2028 2025 തുടങ്ങി 2028 വരെ നീണ്ടു നിൽക്കുന്ന ആ LP UP പരീക്ഷ എന്ന് പറയുന്ന ആ വലിയ ദൗത്യത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ പരിശ്രമം തീർച്ചയായിട്ടും ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമ്മൾ പോകുന്നു. ഒരു ഫ്രീ ഗ്രൂപ്പ് താഴെ പിൻ ചെയ്തു വെക്കാം. നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് കിട്ടുന്ന പരമാവധി ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു വലിയ സാധ്യത കൂടി ഞങ്ങൾ തുറന്നു വെക്കുന്നു. എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭംഗിയായിട്ട് തയ്യാറെടുക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തീർച്ചയായിട്ടും 2028 ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേരുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ സജഷനും തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക. കാണാം. ബൈ.